ഹലോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പഴയൊരു മൂന്നാർ ട്രിപ്പാണ്. നമ്മുടെ ഗ്യാങ്ങിൻ്റെ, അതായത് നമ്മുടെ ഉസാസ് ഗ്യാങ്ങിൻ്റെ മൂന്നാർ ട്രിപ്പ്, ഫാമിലി ട്രിപ്പ്. അപ്പോൾ ഗായ്സ് ഒന്ന് നോക്കിയാൽ ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് അങ്ങ് തുടങ്ങി. പിള്ളേർ ഫുൾ പവറായിരുന്നു ഗായ്സ്. ലഞ്ചിന് ടൈം ആയപ്പോഴത്തേക്കും നമ്മളങ്ങ് എത്തി ഗായ്സ്. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷന് 2 കിലോമീറ്റർ മുന്നേ ആയിട്ടാണ് ഫാമിലിയായിട്ട് വരുന്നത്. പക്ഷെ ഒന്ന് കിളിവാറിയിരിക്കുമായിരുന്നു ഗൈസ്. നമ്മളെല്ലാവരും ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് ഗൈസ്. ഓരോരുത്തരും ഓരോ വെറൈറ്റി പിടിച്ചു ഗൈസ്. പിന്നെ നമ്മൾ നേരെ പറക്കാട് റിസോർട്ടിലോട്ട് എത്തി. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റേ വരുന്നത് പാറക്കാട്ടിലാണ് ഗൈസ്. പാറക്കാട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, പാറക്കാട് വേറെ ലെവലാണ്. ഫാമിലീസിന് പറ്റിയ സ്ഥലമാണ് ഗൈസ്. നമ്മൾ നല്ല ആംബിയൻസും നല്ല പൊളി വൈബാണ് ഗൈസ്. നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്തു, നേരെ റൂമിലോട്ട് പോയി. പിന്നെ ഇതിനിടയിൽ കുറച്ച് വീഡിയോസൊക്കെ മിസ്സിങ് ആണ് ഗൈസ്. ഈ പെണ്ണിൻ്റെ ഒരു സോക്സിലും പോലും അറിയില്ല ഗൈസ്. ഫ്രഷായി കഴിഞ്ഞ് ഗൈസ് നേരെ നമ്മളങ്ങോട്ട് റിസോർട്ട് കാണാനായിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റിസോർട്ടാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റിക്കറങ്ങി കാണാനായിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഗൈസ് ഇത്. സംഭവം ഒരു 500 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ഗൈസ്. പക്ഷേ ഈ പോകുന്ന റൂട്ട് വേറെ ലെവലാണ്. എല്ലാവരും കൊലവിളിയായിരുന്നു ഗൈസ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ ഈ റൂട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞ് നേരെ താഴെ എത്തി ഗൈസ്. ഇവിടെയാണ് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഗൈസ്, ഒരിക്കലും ഭാവിയിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും അതിനകത്ത് ഈ വീഡിയോസൊക്കെ ഇടുമെന്നും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മുടെ ഗാലറിയിൽ നിന്ന് പല വീഡിയോസും, ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ മിസ്സിങ് ആണ്. അതുകൊണ്ടൊരു കണ്ടിന്യൂറ്റി മിസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ ഗ്യാങ്ങിനെ പരിചയപ്പെടാം. ഇത് എൻ്റെ പാത്തുമ്മി, മൈ പാർട്ട്ണർ. ഇത് ഉമർ ആൻഡ് ഫാമിലി, ആൻഡ് ദിസ് ഇസ് സൽമാൻ ആൻഡ് ഫാമിലി, ആൻഡ് ദ ലാസ്റ്റ് വൺ അഹമ്മദ് ഫാമിലി. റിസോർട്ട് വേറെ ലെവലാണ് ഗൈസ്. ഒരു ദിവസം നടന്ന് കാണേണ്ടതെല്ലാം ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഫോട്ടോ ഷൂട്ടിംഗ് ആയിരുന്നു ഗൈസ്. ഗൈസ്, ഇവിടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കേവ് റൂം ഉണ്ട്, അത് കാണാം ബാ ഗൈസ്. ഇതാണ് മായാവിയുടെ ഗുഹ ഗൈസ്. മായാവിയുടെ ഗുഹയുടെ അകത്ത് പ്രേതമുണ്ടോ ഗൈസ്? ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ബെഡ്റൂമാണ്. പിന്നെ ഒരു കാര്യം ഗൈസ്, ഇവിടെ എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഹിഡൻ സ്പോട്ടും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ ആക്ടിവിറ്റീസും കറക്കവും എല്ലാം കഴിഞ്ഞപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയർ സ്പോട്ട്. കണ്ട ഗൈസ്, 2025 പോയ ട്രിപ്പാണ് ഗൈസ് ഇത്. പാട്ടും കൂത്തും മേളൊക്കെ ആയിട്ട് സെറ്റായിരുന്നു, ഫുൾ വൈബായിരുന്നു അവിടെ. പിന്നെ ആ ടൈമിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ 4 ഫാമിലി മാത്രം. അട്ടിച്ച് പൊളിച്ചു. പിള്ളേർക്കൊക്കെ ഫുൾ വൈബ്, അവിടെ ആടി തിമിർത്തെന്ന് തന്നെ പറയാം. പിന്നെ നേരത്തെ മെൻഷൻ ചെയ്ത ഉസാസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ച് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ് ഉസാസ്. നമ്മുടെ 90s കിഡ്സിന് അത് മനസ്സിലാവും. അങ്ങനെ ഒരു ക്രേസ് ആയിരുന്നല്ലോ നമ്മുടെ ഗ്യാങ്ങിന് ഒരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഗൈസ്, അവിടെ മൊത്തം ആടുത്ത് വൃത്തപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അങ്ങനെ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് കയറി. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറെ ലെവലായിരുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യനും ചൈനീസും നോർത്ത് ഇന്ത്യനും അങ്ങനെ വേറെ ലെവലായിരുന്നു.
ഗൈസ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ പൊളിയാണെന്ന് വെച്ചിട്ട് വിളിച്ചെണീപ്പിച്ചായിരുന്നു അഹമ്മദ്. ആക്ച്വലി അവൻ്റെ സജഷനായിരുന്നു ഈ റിസോർട്ട്. പക്ഷെ നമ്മളെ പോയ സീസൺ അതിന് പറ്റിയ സീസൺ അല്ലായിരുന്നു, അതാ സംഭവം. പിന്നെ ഒരു കട്ടൻ അടിച്ച് നേരെ പോയത് പൂളിലോട്ട്. അവിടെ കിടന്നൊരു ഓസും എടുത്തിട്ട് എല്ലാവരെയും പിറകിലായിരുന്നു മുറുക്ക. പിന്നെ ഗൈസ് എൻ്റെ ഇക്കാൻ്റെ പ്രഹസനമാണ് ഇത് കാണുന്നത്. അങ്ങനെ ഗൈസ് അതും കഴിഞ്ഞ് നേരെ ഫ്രഷ് ആയിട്ട് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് അവിടെ ബൊഫയാണ് വരുന്നത്. ഫ്രൂട്ട് ഐറ്റങ്ങളും ഡിസേർട്ട് ഐറ്റങ്ങളായിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ടാവും. മോർണിംഗ് പിന്നെ ചപ്പാത്തി, ദോശ, അപ്പം അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടാവും. ഫ്രഷ് ചായ, അങ്ങനെ അവിടെയുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് നേരെ കഴിഞ്ഞ് എല്ലാം ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് മാട്ടുപ്പെട്ടി ബോട്ട് റൈഡിലോട്ടാണ് ഗൈസ് പോയത്. അവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ടിലോട്ട് കയറി. അപ്പോൾ ഗൈസ് നമ്മൾ എടുത്തത് 2 സ്പീഡ് ബോട്ടാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. പെൺപിള്ളേർക്കൊക്കെ അറ്റാക്ക് ഒന്നുമില്ലെന്നേ ഉള്ളൂ. ഈ കാണുന്ന ചിരി തുടക്കത്തിൽ മാത്രം, പിന്നെ അങ്ങോട്ട് അങ്ങനെ ഗൈസ് അവിടെ നിന്ന് നേരെ പോയത് കൊച്ചിയിലോട്ടാണ്. നെഹദിയിൽ നിന്ന് മന്തി വാങ്ങി നേരെ പോയത് അഹമ്മദിൻ്റെ ബ്രോയുടെ ഫ്ലാറ്റിലോട്ട്. നമ്മുടെ നൈറ്റ് സ്റ്റേ സെറ്റ് ചെയ്തേക്കുന്ന അവിടെ നമ്മൾ 4 ഫാമിലി മാത്രം. നൈറ്റ് അവർ 4 നമ്മൾ 4 പേരുമായിരുന്നു ഗൈസ്. പിള്ളേർ ചായ ഇടുന്ന തിരക്കിലായിരുന്നു ഗൈസ്. അങ്ങനെ ചായ കുടിയും ഫുഡ് അടിയും കഴിഞ്ഞ് നേരെ ഇന്ന് പോകാൻ നിൽക്കുന്നത് വണ്ടർലയിലോട്ടാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും റെഡിയായി നേരെ ഫ്ലാറ്റൊക്കെ ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം നേരെ വണ്ടർലയിലോട്ട് അങ്ങ് പോയി. പിന്നെ എല്ലാവരും ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ ബിസ്മീൻ ചൊല്ലി നേരെ അകത്തോട്ടങ്ങ് കയറി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. അങ്ങനെ ആദ്യം തന്നെ ചെന്ന് കയറിയത് റോളർ കോസ്റ്ററിലാണ് ഗൈസ്. എല്ലാവരുടെയും മുഖത്തുണ്ട് അതിൻ്റെ ഭയം. ഗൈസ് ഈ റൈഡിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ പിക്ക് കണ്ടാൽ മനസ്സിലാവും. ഓടി നടന്ന് റൈഡിൽ കയറുന്നതുകൊണ്ട് പല വീഡിയോസും മിസ്സായി ഗൈസ്. പിന്നെ അങ്ങോട്ട് കാണുന്ന റൈഡിലൊക്കെ കേരളമായിരുന്നു. दुनिया की सुनता है क्यों എന്നിട്ട് ക്യാമറ എങ്ങോട്ടോ നമ്മൾ വേറെ എങ്ങോട്ടോ. പിന്നെ ഗൈസ് പറഞ്ഞല്ലോ ഇത് പഴയ വീഡിയോസാണ്. ഒരുപാട് വീഡിയോസ് മിസ്സിങ് ആണ്. അതിൻ്റെ ഇടയിൽ കഴിക്കുന്നതും നമ്മുടെ റൂമിലോട്ട് പോകുന്നതും അങ്ങനെ ഒരുപാട് വീഡിയോസ് മിസ്സിങ് ആണ്. ഉള്ള വീഡിയോസ് എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതായത്. അപ്പോൾ ഗൈസ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ ബൈ.